ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വേറെ ഒരു ലോകത്തേക്കാണ്. എന്താന്ന് വെച്ചാൽ നമുക്കൊക്കെ എല്ലാം ഉണ്ട്. പട്ടിണി കിടക്കാതെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ഒന്നുമില്ല എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? എന്തിനാ എപ്പോഴും ഇങ്ങനെ അതില്ല ഇതില്ല എന്നൊക്കെ ഇങ്ങനെ ദൈവത്തോട് പരാതി പറയുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ട്, ഞാൻ മറ്റുള്ളവരെ നോക്കിയിട്ട് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് അസൂയപ്പെടുന്നത് അത് നല്ലൊരു ശീലമല്ലാന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ചൂടെ? അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് ഉള്ള കാര്യങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് ജീവിച്ചാൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അതുപോലെ തന്നെ താഴേക്കുള്ളവരെ നോക്കിയിട്ട് എനിക്കതൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അതൊന്നുമില്ലല്ലോ, അങ്ങനെ വിചാരിച്ചാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ദേ നോക്ക്, ഈ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ എന്താണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത്. ഈ ലോകം തികച്ചും ശൂന്യമായ ഒരു സ്ഥലമാണ്. അതായത് അച്ഛനില്ലാത്ത, അമ്മയില്ലാത്ത, കൂടപ്പിറക്കുകളൊന്നുമില്ലാത്ത ഒരു ലോകം. തികച്ചും അനാഥരായി ജീവിക്കേണ്ടി വന്ന കുറച്ച് മക്കളുള്ള ഒരു ലോകമാണ് കേട്ടോ ഇത്. അവർ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു പരിസരം ഫുള്ള് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അവർ താമസിക്കുന്നതും അതുപോലെ തന്നെ അവർ പഠിക്കുന്നതുമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയാൽ നമ്മുടെ കണ്ണുകട് നിറഞ്ഞു പോകുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുക. അതായത് പ്രസവിച്ച് ചെറിയ കുട്ടി മുതൽ മുതിർന്ന കുട്ടികൾ വരെ ഇവിടെ താമസിക്കുന്നുണ്ട്. പരാതികളില്ലാത്ത മനുഷ്യരൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്കെന്താ, എല്ലാം ഉണ്ട് എന്നാൽ എപ്പോഴും ദൈവത്തോട് പരാതി പറഞ്ഞ് ദൈവം കേട്ട് കേട്ട് മടുത്ത് കാണൂല്ലേ? അപ്പോൾ ഇതാ ഇവരെ നോക്ക്, ഈ മക്കളുടെ അവസ്ഥ നോക്കിയേ. നമ്മൾക്ക് എല്ലാം കിട്ടിയിട്ട് നമ്മൾ പരാതി പറയുന്നുണ്ട്. എന്നാൽ ഇവരോ പിന്നെ അവർക്ക് ഒന്നിനു വേണ്ടി വാശി പിടിക്കുന്നില്ല. നമ്മളെ മക്കൾക്ക് എന്തിനൊക്കെ വേണ്ടി വാശി പിടിക്കുന്നുണ്ട് അല്ലേ? അവരെന്താണ് വാശി പിടിച്ച് ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കി കളയുന്നുണ്ട്. ഇവർക്കൊക്കെ എന്താണ് തികച്ചും എന്താ പറയുക, ഒരു കാര്യം അത് വേണമെന്ന് ആഗ്രഹിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ടായിട്ട് നമുക്ക് അവരെ സഹായിക്കാനൊന്നും കഴിയൂല. നമ്മൾ വിചാരിക്കും കുറേ പൈസ ഉണ്ടായിട്ട് ഇവരെ സഹായിക്കാം. അതിലൊന്നും വലിയ കാര്യമില്ല. ഉള്ളത് കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി കണ്ടെത്തണം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം 74 കുട്ടികളും 24 സ്റ്റാഫൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായം ഇവർക്ക് കൊടുക്കുക. അതിപ്പോൾ നമ്മളവിടെ പോയി നമ്മളുടെ പ്രസൻസ്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അവർക്ക് ഫുഡ് കൊടുക്കാനോ അങ്ങനെ എല്ലാത്തിനും പോയി. അതുപോലെ തന്നെ ലാസ്റ്റ് ഞാൻ കാണിച്ചത് ഓട്ടിസം ബാധിച്ച, അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച കുട്ടികൾക്ക് പുതിയൊരു സംരംഭം അവരിവിടെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട സഹായം നിങ്ങൾക്ക് നൽകാവുന്നതാണ് കേട്ടോ.